മാസ് കോമഡി. ഇത് ഐറ്റം വേറെ. ഓണാഘോഷം എങ്ങനെയുണ്ട് ഗൈസ്? കലക്കുന്നില്ലേ? ഓ പൊളി പൊളി പൊളി. ബാസി വക്കീൽ. മനസ്സിലായല്ലേ? മനസ്സിലായി. വക്കീൽ എന്താ ഇവിടെ? നമ്മളിവിടെ ഓണാഘോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണത്തിന് വക്കീലന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന നിയമമുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇവിടെ വന്ന് നമ്മളിപ്പോ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കേസുണ്ടോ? അവിടെ വക്കീലുണ്ട്. ഇവിടെ ഇപ്പൊ എന്തോ കേസാ? ഇവിടെ കേസിന്റെ കൂമ്പാരമാണ്. ഇവിടെ ജഗദീഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ? ആ പുള്ളിയുടെ തനി നിറം എനിക്ക് ഇന്ന് പുറത്ത് ചാടിക്കണം. പുള്ളിനെ ഇവിടെ നിർത്തി എനിക്ക് ക്രോസ് വിസ്താരിക്കണം. അതിപ്പോ എന്തിനാന്ന്? ഒരുപാട് വിഷയങ്ങളുണ്ട്. പുള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഇവിടെ ആളെവിടെ? ചേട്ടൻ ആ വരവര ഷർട്ട് വിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ടോ? എന്ന് ഞാൻ സകല കള്ളത്തും ഞാൻ പുറത്ത് ചാടിക്കും. ബീഡി ഉണ്ടല്ലേ? ബീഡി ഉണ്ട് കയ്യിൽ. അയ്യോ സോറി, പേടിയുണ്ട്. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പേടിയുണ്ടെന്ന്. പിടിക്കും ഞാനെന്ത് പിടിക്കണം. നിരവധി ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. കേസുണ്ടെന്നേ പുള്ളിയുടെ പേര്. കാക്കയുടെ സംസ്ഥാന നേതാവ് എനിക്ക് കേസ് വന്നിട്ടുണ്ട്. കാക്കകളുടെ സംസ്ഥാന പ്രസിഡന്റ്. അവരെ ഓരോ വേദിയിലും അപമാനിക്കുന്നു. അത് കേസ് വേറെ, അതെല്ലാം നിരവധി കേസ് വേറെ ഉണ്ട്. ഇങ്ങോട്ട് വിളിക്ക്. ഇവിടെ നിർത്തി ക്രോസ് വിസ്താരം. ചേട്ടാ ഞാൻ പറഞ്ഞോ? പേടിയുണ്ടെങ്കിൽ വരണ്ട. അല്ലല്ല, പേടിയൊന്നുമില്ല. മുഖത്ത് ചെറിയൊരു പേടി കിടപ്പുണ്ട്. എവിടെ നിൽക്കണ്ടേ? എവിടെ നിൽക്കണം? പ്രതികൂട്ടി കൂട്ടിനകത്ത് കയറി പിടി. ഇവിടെ വക്കീലിന്റെ ചോദ്യം മാത്രമല്ല, ജനകീയ കോടതിയാണിത്. ഓക്കെ. അപ്പോ ഓഡിയൻസിനും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വക്കീലെ, എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി പറയാം. അപ്പൊ സത്യം ഇടിക്കണം. മറ്റേ കോടതിയിൽ കയറി കോടതി മുമ്പാകെ ദൈവം സാക്ഷിയായി സത്യം മാത്രം ബോധിപ്പിച്ചോളാം. സത്യമല്ലാതെ ഒന്നും പറയത്തില്ല. സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. ഐറ്റം വേറെയാണ് സത്യം. ആദ്യമായിട്ടാണ് ഒരു കോടതിയിൽ കള്ളപ്പരാതി തൊട്ട് സത്യം ചെയ്യുന്നത്. സത്യം ചെയ്തല്ലോ. പരിപാടി നടക്കട്ടെ. പരിപാടി ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പ്രതിക്കൂട്ടിലുണ്ട് ജഗദീഷ് ചേട്ടൻ. നിങ്ങൾക്ക് എന്ത് വേണോ മുഖം നോക്കാതെ ചോദിക്കാം. എന്ത് വേണമെങ്കിലും ജഗദീഷ് ചേട്ടനെതിരെ നിങ്ങൾക്ക് ഈ അക്യൂസേഷൻ നിരത്താം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പ്ലീസ്. ജഗദീഷ് ചേട്ടൻ ഒരുപാട് സിനിമയിൽ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നേരത്തെ തുടങ്ങിയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൈസ വാങ്ങിക്കാറുണ്ട് പുള്ളി. പക്ഷേ പൊതുവെ പുറത്തൊരു അഭിപ്രായമുണ്ട്, പുള്ളി ഭയങ്കര പിശുക്കനാണെന്ന്. അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതില്ലെന്ന് പറയുന്നില്ല, നിഷേധിക്കുന്നില്ല യുവർ ഓണർ. അത് കാരണം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കാശ് ചെലവഴിക്കാറില്ല. അതൊരു സത്യം തന്നെയാണ്. പിന്നെ ഒരു ആഡംബര ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ വളരെ ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. വാടക വീടുകളിലാണ് സിനിമാ നടനാകുന്നവരെ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ജീവിത രീതി തുടരുന്നുണ്ട്. അതിലൊരു പിശുക്കൻ എന്നുള്ളൊരു ആരോപണം വന്നത് ശരിയാണോ എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നവർക്ക് പറയാം. ചിലവ് അധികം ആക്കാറില്ല, അതൊരു സത്യമാണ്. അധ്യാപകൻ കൂടിയല്ലേ, കോമേഴ്സ് അധ്യാപകനല്ലേ. അപ്പൊ അത് വെറും ആരോപണം മാത്രമാണെന്നാണ് ജഗദീഷ് പറയുന്നത്. അല്ല, എനിക്കെങ്ങനെ പറയാൻ പറ്റൂ? ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ജഗദീഷ് ചേട്ടാ, പത്തനാപുരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പത്തനാപുരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ലോകത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ജനങ്ങൾ വസിക്കുന്നത് പത്തനാപുരത്താണ്. അവർക്കറിയാം എവിടെയാണ് ന്യായം, എവിടെയാണ് സത്യം, എന്താണ് അവർ ചെയ്യേണ്ടത്. അവരെന്നെ തോപ്പിച്ചു. എനിക്ക് അവരെക്കുറിച്ച് എന്നും വലിയ മതിപ്പാണുള്ളത്. ചേട്ടൻ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ആദ്യം എടുക്കുന്ന നിലപാട് എന്തായിരിക്കും, അല്ലെങ്കിൽ തീരുമാനം എന്തായിരിക്കും? ഒന്നാമത് ഞാനിപ്പോൾ രാഷ്ട്രീയത്തിലില്ല. രാഷ്ട്രീയ പരിപാടികളെല്ലാം നിർത്തിവെച്ചു. ഇപ്പം സിനിമ മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. അതെ. അപ്പോൾ സാങ്കല്പിക ചോദ്യത്തിൽ ഞാൻ അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാൻ കഴിയില്ല. ശരിയല്ലേ? അജയൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയാൽ ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനം, ക്യാബിനറ്റിൽ എൻ്റെ ആദ്യത്തെ തീരുമാനം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവുകയാണ്. ക്യാബിനറ്റിൽ ഞാൻ എൻ്റെ രാജി സമർപ്പിക്കും. ഒബ്ജക്ഷൻ യുവർ ഓണർ. കാരണം ഇതിന് യോഗ്യനല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കേരളത്തിലെ ജനതയെ വഞ്ചിക്കാൻ ജഗദീഷ് ഒരുക്കമല്ല. ഒബ്ജക്ഷൻ ഉണ്ട്. മത്സരിച്ച് ജയിക്കാതിരുന്നാ പോലെ അവിടെ കേരളത്തിൽ രാജിവെക്കണമെന്ന് അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജനസമ്മതി ഉണ്ടെന്ന് തെളിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ആവണമെന്നില്ല. അതായത് ജസ്റ്റ് ഒന്ന് ജയിക്കുക, ജനങ്ങളെ പറ്റിക്കണമെന്നില്ല. ജനങ്ങളിൽ നിന്നുള്ള ഒരു അല്ല, ക്യാബിനറ്റിൽ ചെന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ രാജിവെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയെ ഞാൻ അവിടെ കേരളത്തിന് സമർപ്പിക്കും. അപ്പൊ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരാളായിരിക്കും, ഗിന്നസ് റെക്കോർഡുള്ള ഒരാളായിരിക്കും.
അത് മറിച്ചടിക്കുക. ഒബ്ജെക്ഷൻ. ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പോണത്. അയ്യോ. ഇത് തമാശയല്ല. ജഗദീഷ് ചേട്ടൻ ഇതിൽ വികാര വിക്ഷോഭനാകരുത്. ഇല്ല. കാരണം എന്തും ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. Okay. നമ്മൾ അമ്മ സംഘടനയിൽ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ. 3 വർഷം മുമ്പുള്ള ഇതിൽ താങ്കൾ ട്രഷററായിരുന്നു. അപ്പം ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. വീണ്ടും ഇത്തവണ വൈസ് പ്രസിഡന്റായി. അതെ. അത് ഒന്നടങ്കം രാജിവെക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നിട്ട് ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പുറത്തു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല. പക്ഷേ ജഗദീഷ് ചേട്ടൻ നേരിട്ട് പോയിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും അതിനെ തുടർന്ന് നമ്മളെല്ലാവരും രാജിവെക്കേണ്ടിയും വന്നു. അപ്പോൾ താങ്കളിൽ അമ്മയുടെ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹമുണ്ടോ എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നാമത് ഞാൻ പ്രസ്താവന ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയത് ഈ രാജി തീരുമാനത്തിന് മുമ്പാണ്. അതെ. അതിനുശേഷം ഞാൻ സംസാരിച്ചിട്ടില്ല. കൂട്ടരാജി എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം എൻ്റെ ഭാഗത്തു നിന്നും ഞാനൊരു മീഡിയയോടും സംസാരിച്ചിട്ടില്ല. 1. 2, പ്രസിഡന്റ് ആകണോ ജനറൽ സെക്രട്ടറി ആകണോ എന്നല്ലേ ചോദിച്ചത്? അതെ അതെ അതെ. സത്യസന്ധമായിട്ട് പറയട്ടെ, എൻ്റെ കുട്ടികൾ സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇനി അധികാര സ്ഥാനത്തിലേക്കില്ല. ഇനി വേറൊന്നും കൊണ്ടല്ല, യുവതലമുറ അധികാരത്തിലേക്ക് വരണം. അവരുടെ ചിന്തകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ എല്ലാം എല്ലാ രംഗത്തും വരണം. അമ്മ എന്നുള്ള സംഘടനയിലല്ല, എല്ലാ രംഗത്തും യുവാക്കളുടെ പുതിയ ചിന്തകളാണ് ഇനി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഈ ജഗദീഷ് ചേട്ടൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഈ രാജിക്ക് കാരണമായി എന്ന് വല്ല അങ്ങനൊരു ചിന്തയോ അങ്ങനെ വല്ലൊരു ഇതുണ്ടോ? അങ്ങനെയില്ല. കാരണം വെച്ചെന്നാൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിലെ അമ്മയുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ട നിലപാടുകൾ, കാരണം ഒരു ചാഞ്ചല്യം പാടില്ല, ഉറച്ച നിലപാടുകൾ അമ്മയ്ക്കുണ്ടാകണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. അത് വളരെ വ്യക്തതയോടെ ഞാനത് പ്രസിഡന്റ് മുമ്പിൽ അവതരിപ്പിച്ചു. ആ അഭിപ്രായങ്ങളിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു, മാറാൻ തയ്യാറല്ല. ജഗദീഷ് ചേട്ടൻ കോളേജ് കുമാരനായിട്ട് ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു രസകരമായ ഒരു സംഭവം ഒന്ന് പറയാവോ? ഈ കോളേജിൽ ഫാദറിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, ഞാനും ജഗദീഷ് ചേട്ടനും ബീയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ കോളേജിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, കോളേജ് കുമാരനായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ പൂവാലിനായിട്ട് അഭിനയിക്കുമ്പോൾ ഇത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പൂവാലിനായിരുന്നോ എന്ന് ചോദിച്ചിരുന്നാൽ പൂവാലിനൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്തായിരുന്നാലും പിന്നെ അവിടുത്തെ വിദ്യാർത്ഥിനികളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രേമത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നാണ് തെസ്നിയുടെ ചോദ്യം അല്ലേ? അല്ല, പ്രേമമല്ല. പ്രേമം എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. പ്രേമത്തിലേക്ക് കടക്കാത്ത മനുഷ്യരുണ്ടോ? അതെ. താങ്ക് യു ചേട്ടാ. ഈ ശരിക്കും സിനിമയിലൊക്കെ കുടിച്ച് അഭിനയിക്കാറുണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാറുണ്ട്. ജഗദീഷ് ചേട്ടൻ ജീവിതത്തിൽ മദ്യവെച്ചിട്ടില്ല. ഈ വക്കീലൊക്കെ 6 മണി വരെ കേസും അത് കഴിഞ്ഞ് ചോദ്യമാണ്. ഷെറിന് ഒരാളെ ക്ഷണിക്കുവാണെങ്കിൽ അത് ഞാൻ പറയാം. വക്കീലൊക്കെ 6 മണി വരെ കേസും അത് കഴിഞ്ഞ് പൂസുക അല്ലേ? നമ്മളൊക്കെ എന്റർടൈൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ചില ആൾക്കാർ വെള്ളമടിക്കും, ചില ആൾക്കാർ പുകവലിക്കും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ചേട്ടൻ ഇതൊന്നും ചെയ്യാറില്ല. അതോ അല്ല, മദ്യം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവരെ ഞാൻ അത്ര എന്താ പറയുക, മദ്യം ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക്. പക്ഷേ മദ്യപിക്കുന്നവരോട് ശത്രുതാ മനോഭാവമൊന്നും എനിക്കില്ല. പക്ഷേ മദ്യപിക്കുന്ന അവർ പറയുന്ന അവർക്ക് ഒരു ലഹരി കിട്ടാനെന്നാണ്. പക്ഷേ മദ്യം കഴിക്കാതെ തന്നെ ഞാൻ ലഹരിയിലാണ്. ചേട്ടൻ എന്താണ് ലഹരി? എൻ്റെ ലഹരി എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, എൻ്റെ കലാപ്രവർത്തനം എൻ്റെ ലഹരിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ ചേട്ടാ. പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അഭിനയമാണ് ലഹരി, ഇനി അങ്ങോട്ടുള്ള ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും വെറൈറ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പൊ ചേട്ടൻ ഇപ്പോ വളരെ തിരക്കിട്ട് നിൽക്കുന്ന സമയത്ത് ചേട്ടന് 2 സിനിമകളിൽ നിന്ന് വിളി വരികയാണ്. ഒന്ന്, രാജമൗലി സാറിന്റെ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് വേഷവും പ്രിയദർശൻ സാറിന്റെ സിനിമയിൽ ഒരു ത്രൂ ഔട്ട് വേഷവും വരികയാണ്. 2ലും ഒരേ ഇമ്പോർട്ടൻസ് ഉള്ള നല്ല കഥാപാത്രമാണ്. പക്ഷെ ഇതിന്റെ ഡേറ്റ് 2ഉം ഏതാണ്ട് അടുപ്പിച്ച സെയിം ഡേ. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചേട്ടൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചേട്ടൻ ആരുടെ പടമായിരിക്കും ചൂസ് ചെയ്യുന്നത്? ഞാൻ രാജമൗലി സാറിന്റെ പടം സ്വീകരിക്കും. എന്നിട്ട് എന്റെ സുഹൃത്തായ പ്രിയദർശനെ കൊണ്ട് ആ ഡേറ്റ് മാറ്റി വയ്പ്പിക്കും. അതിലും എനിക്ക് വേണ്ടി പ്രിയദർശൻ ആ ഡേറ്റ് മാറ്റി തരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതാണ് പ്രിയദർശൻ എന്ന സുഹൃത്ത്. ജഗദീഷ് ചേട്ടാ, ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ജഗദീഷ് ചേട്ടന് പണ്ട് തുടങ്ങി ഒത്തിരി നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട നായിക ആരാണ്? എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവും, ആ വാക്കോട് അണ്ടർലൈൻ ചെയ്യണം, ഉള്ളത് ഉർവശിയോടാണ്. ഏതെങ്കിലും നായികമാരോട് പ്രണയം തോന്നിയിട്ടുണ്ടോ മനസ്സിലെങ്കിലും? അല്ല, സ്വാഭാവികമായി നമ്മൾ ഈ കലാകാരന്മാരെന്ന് പറയുമ്പോൾ കൂടെ അഭിനയിക്കുന്ന നടിമാരോട് ഇഷ്ടം, അതിന് പ്രണയമെന്നോ സ്നേഹമെന്നോ, ആന്റണിയോട് എനിക്ക് സ്നേഹമാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല.
ആണ്ടാ തെസ്നീനെ അവിടെ ഔട്ടാക്കി. സീനെ നിഷേധിക്കും. അല്ല അവിടെ അവിടെ ഔട്ടാക്കി. അവിടെ ചേട്ടൻ തെസ്നിയെ നിഷേധിച്ചു. തെസ്നിയുടെ ജാതകത്തിലുണ്ട് ബീനക്ക് പോവുള്ളൂ, എല്ലാം ബീനക്കേ പോകുള്ളൂ. മനഃപൂർവ്വം അല്ലല്ല, തെസ്നീം എന്റെ കാമുകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഭാര്യയായിട്ട് പക്ഷെ ആദ്യം ബീന. ആദ്യം ടെസ്സി എന്നോട് പറയാ ജീവിതമേ മാജിക്കാന്ന്. ജഗദീഷ് ചേട്ടാ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് മലയാള സിനിമയിലുള്ള ആളാണ്. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലീലയ്ക്ക് മുമ്പും ശേഷം എന്ന് ജഗദീഷ് ചേട്ടനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു നടൻ ആഗ്രഹിക്കുന്ന വെറൈറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന നടീ നടന്മാരെല്ലാവരും ശരിയല്ലേ ബാസി? കാരണം ഒക്കെ അല്ലേ? കാരണം വെച്ചിരുന്നാൽ നമ്മളെല്ലാവരും വെറൈറ്റിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ഒരെണ്ണത്തിൽ കോമഡി ചെയ്യാൻ, ഞാൻ അന്ന് കോമഡി കൈകാര്യം ചെയ്യുന്ന സമയത്താണ് സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന ചിത്രത്തിൽ ആഭ്യന്തര മന്ത്രിയായിട്ട് അഭിനയിച്ചത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിൻ്റെ അർത്ഥം കോമഡി എനിക്ക് ഇഷ്ടമല്ലെന്നല്ല അല്ല. അപ്പക്കുട്ടനാണോ ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണനാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയാൻ. കോമഡി ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഇനിയും കോമഡി റോളുകളുമായി ഞാൻ വന്നുകൊണ്ടേ. വക്കീലൊന്ന് ചോദിച്ചോട്ടെ. ഡെയിൻ പറഞ്ഞല്ലോ ലീലയ്ക്ക് മുമ്പാണോ ലീലയ്ക്ക് പിമ്പാണോ. എനിക്കൊരു ചോദ്യം ജഗദീഷ് ചേട്ടനോട് ചോദിക്കാനുണ്ട്. ഈ ലീലയുടെ വീട് എവിടെ? അഡ്രസ് ഒന്ന് തരും. മുമ്പോ പിമ്പോ പോയി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലീലയുടെ വീടെന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കല്ലേ ഭാസിയുടെ പേരിൽ ലീല കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള അറിയാലോ. അയ്യോ ഉണ്ട് ഉണ്ട്. അതറിയാലോ? അതറിയാമോ? അറിയില്ല. അപ്പൊ അറിയാതിരിക്കുന്നല്ലേ നല്ലത്. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും അവരുടെ സമൻസ് വരും. അത് വെയിറ്റ് ചെയ്യാം. അപ്പൊ അവരുടെ വീട്ടിൽ വരും, എല്ലാം ഉണ്ടാവുമല്ലോ. ജഗദീഷ് ചേട്ടൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഒരു ഫാമിലി മാൻ ആണ് എന്ന് വെച്ചാൽ യു ഓൾവേസ് മെൻഷൻ അബൌട്ട് യുവർ വൈഫ്. അപ്പോൾ ആ ഒരു ലോസ് വന്നപ്പോൾ അത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു ജഗദീഷ് ചേട്ടൻ്റെ മുഖത്ത് തന്നെ, ആ ഒരു ഗ്രീഫും അതെല്ലാം. അപ്പോൾ എങ്ങനെ ആ ഗ്രീഫ് ഓവർകം ചെയ്തത്? സെൻസിറ്റീവ് ആണ് സംസാരിക്കാൻ, പക്ഷെ ഞങ്ങളുടെ ജനറേഷൻ ഗ്രീഫും ലോസും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തൊരു ജനറേഷനാണ്. നല്ല ചോദ്യമാണ്. കാരണം ഞാൻ ഇന്നും ജീവിക്കുന്നത് രമയുടെ ഓർമ്മകളിലാണ്. ഇന്നിപ്പോൾ ഈ ഷോ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു, നിങ്ങളുടെ കൂടെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു, ഹാസിയുടെ അല്ലെങ്കിൽ ജീവയുടെ ഒക്കെ തന്നെ കൂടെ നന്നായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇത് കണ്ടിട്ട് രമ പറയുമായിരുന്ന അഭിപ്രായമാണ്. ഓരോ പ്രോഗ്രാമിനെ കുറിച്ചും രമയുടെ വിലയിരുത്തലുണ്ടാവും. ഓരോ സിനിമയെക്കുറിച്ചും രമയുടേതായിട്ടുള്ള ഒരു അനാലിസിസ് ഉണ്ടാവും, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വിലയിരുത്തലുണ്ടാവും. അതൊക്കെ ഞാൻ രമ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും പറയുക എന്ന് മനസ്സിൽ ഞാൻ ആലോചിക്കാറുണ്ട്. അത് ഇന്ന് രമയെ റെപ്രസെൻ്റ് ചെയ്ത് എൻ്റെ കുട്ടികൾ രമയുടെ ദൗത്യം ഏറ്റെടുത്ത് ഓരോ ഷോയെക്കുറിച്ചും ഓരോ പെർഫോമൻസിനെ കുറിച്ചും എനിക്ക് വേണ്ടത്ര ഗൈഡൻസും അഭിപ്രായങ്ങളും തരുന്നുണ്ട്. അപ്പോൾ അവരിലാണ് ഞാൻ ഇന്ന് രമയെ കാണുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ വക്കീലെ? നല്ല 916 പരിശുദ്ധിയുള്ള ആളാണ് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി അദ്ദേഹത്തെ പ്രതിക്കൂട്ടി നിർത്തണോ? കിട്ടിയത് മൊത്തം കള്ളായ പരാതി. ഇതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് ഈ വക്കീൽ വന്നതും ജീവ എന്നെ അവതരിപ്പിച്ചും ഒക്കെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലേ. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ ഈ ചിരിയുടെ ഇടയിലും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനുള്ള അവസരം ഒരുക്കിയതിന് വളരെ നന്ദി. താങ്ക് യു. ഇനി പ്രതിക്കൂട്ടി ഇറങ്ങാം. ഏതായാലും ഈ കേസ് ഏറ്റെടുത്തോണ്ട് ഒരു ഗുണം ഉണ്ടായി. കുറച്ച് കാര്യങ്ങൾ വക്കീലിന് പഠിക്കാൻ പറ്റി. താങ്ക് യു. അപ്പൊ ഇനി വക്കീല് വൈകിട്ടത്തെ ഷെയറിന് താങ്ക് യു പ്രചോദനം കണ്ടാൽ മതി കേട്ടോ. വൈകിട്ടത്തെ ഷെയറിന് പ്രചോദനം കണ്ടാൽ മതി. ഡെയിലി ഉള്ളതല്ലേ. ശരിയെന്ന് മറ്റേ കടയുടെ പറയുക വരില്ലേ, ഗ്ലാസും വെള്ളം ഒരു മറ്റേക്കണേ. കേട്ടോ നമ്മളെ ക്ലബിന്റെ പേരെന്തോന്നടാ? പുഷ്പം ആർട്സ് ക്ലബ്ബ്. നീ എന്തോന്നര അച്ചടിച്ചു വെച്ചേക്കുന്നത്? ഉച്ചം ആസിറ്റ് സ്പോഞ്ച് ക്ലബ്ബ്. അയ്യോ അത് എന്റെ തെറ്റല്ലെന്ന്. പിന്നെ ഞാൻ പ്രസ് ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചു. പയ്യന്മാർ പറഞ്ഞ എന്താണെന്നറിയാമോ? അവിടുത്തെ മിഷീന്റെ 2 പല്ലിന്റെ കംപ്ലൈന്റ് ആണെന്ന്. നിന്റെ 2 പല്ല് താഴെ വീതാന്ന് നോക്കിക്കൊള്ളണം. ഇതുപോലെ തന്നെ മറ്റേ കാര്യങ്ങളും. നീയാണ് ഒരു സീരിയൽ നടൻ ഇവിടെ കൊണ്ടുവരാമെന്ന് ഏറ്റത്. സീരിയൽ നടനെ കൊണ്ടുവരാൻ വേണ്ടിയില്ല, ഞാൻ വള്ളം നമ്മുടെ കടവിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. എല്ലാം സെറ്റ് ചെയ്താ? അപ്പൊ മാവേലി വരുമെന്ന്, പുലികളിയാ കറക്റ്റ് എത്തുമെന്ന്. എല്ലാം എത്തും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ അത്തപ്പൂള റെഡിയാക്കിയാരാ? നീ. മൈക്ക് സെറ്റ് വെച്ചതാരാ? നീ. ഇവിടെ തോരണം ഒരുക്കിയതാരാ? കംപ്ലീറ്റ് നീ എന്നടേ. അതാണ് പറഞ്ഞത്, മുക്കാവിലെ രാജ ഒരുക്കി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കി തരുമെന്ന്. എല്ലാം ഉണ്ടാക്കി തരുമല്ലോ. പിന്നെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിന് വരുന്ന ആരാണെന്ന് അറിയാലോ? എനിക്ക് അറിഞ്ഞൂടെ, വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് അറിഞ്ഞു. നമ്മുടെ കുഞ്ഞിക്കണ്ണ മാഷിലെ വരുന്നത്. ആര്? ഞാൻ രണ്ടാമത് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോവും. കുഞ്ഞിക്കണ്ണ മാഷിന്റെ കാര്യങ്ങൾ അറിയാലോ? എടാ സാറിന് ഒന്നാമത് ചെവിയും കേട്ടൂടാ കണ്ണും കണ്ടൂടാ. സാറ് വരുമ്പോ ഒന്ന് കേറ്റി വെച്ചു കൊടുത്തേക്കണേ. അല്ല, ഞാൻ ഈ കണ്ണും ചെവിയും കേട്ടത് സാറിനെ ഞാൻ എവിടെ കയറ്റി വെക്കാനാണ്? എടാ അതല്ലടാ പറഞ്ഞത്. എടാ സാറ് പ്രസംഗിക്കുമ്പോ അതിന്റെ വോളിയം ഒന്ന് കേറ്റി തള്ളി വെച്ചേക്കണേന്ന്.
മാഷ് പറഞ്ഞു മാഷിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടിട്ട് വെച്ചോറാ അങ്ങോട്ട്. എടാ സുഖേ, എല്ലാ തവണയും പോലെ ഇപ്രാവശ്യം ആ വേസ്റ്റ് രാജൻ തന്നെ മൈക്ക് സെറ്റ് വെച്ചത്. അധികം വന്ന രാജായി അവനെ എന്നെ കാണുമ്പോ ഇമാതിരിത്തെ പാട്ടുകൾ എടുത്തോളൂ, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് യോഗ പരിപാടി അങ്ങ് ആരംഭിച്ച എന്താണ്? യോഗ നടപടി ആരംഭിക്കാൻ സമയമായില്ലേ? കുറച്ച് നേരത്തെ അല്ലേ വന്നത്? നേരത്തെയാണോ? അത് പറയണ്ടടാ. മാഷ് ഇവിടെ യോഗത്തിനെ ഒരു 2 വാക്ക്. അത് നേരത്തെ പറയണ്ടടാ. എന്തോന്ന് 2 പാക്ക് ചോദിച്ചു. 2 പാക്കാ? ആര് ചോദിച്ചത്? ചോദിച്ചു. അയ്യോ പാക്കല്ല, 2 വാക്ക് കിട്ടിയല്ലേ? അത് വെച്ചോ. ഇതാണ് ചോദിക്കുന്ന രീതി. ചോദിച്ചാ പറയുന്ന രീതി മാഷ് പറയും. ഞാൻ ആണുങ്ങൾ ചോദിക്കുന്ന കേട്ടോ. മാഷേ, നമ്മളെ ക്ലബിന്റെ പ്രസംഗം പ്രസവിച്ച് കുട്ടികൾ നമ്മൾ കിളക്കിനടുത്ത് അല്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ പോയി. അത് അന്നത്തെ കാലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു തേനും വയമ്പും. അതില് സൂപ്പർ പാട്ടുണ്ട്, തേനും വയമ്പും. എടാ ഞാൻ ആ പാട്ടൊന്ന് കീച്ചിയല്ല. ഈ സാധനത്തിന് എവിടെ കൊണ്ട് കീച്ച് വീടേ എന്നാ മാഷേ. നന്നായി വരട്ടെ. ഞാൻ എന്റെ കളഞ്ഞു പോയ സേഫ്റ്റി പിൻ എടുത്തതാ. ആ സേഫ്റ്റി പിന്നിന്റെ അടുത്താ ഞാൻ പറഞ്ഞത്. പിറക്കണം. എന്താണ് പൊടിച്ച് പറഞ്ഞിട്ട് പോയത്? അങ്ങനെ അത് പറയണ്ടേ? എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വള്ളംകളി ഉടനെ അനൗൺസ് ചെയ്യണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളി ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും? നീയല്ലേ ഇപ്പൊ പറഞ്ഞ വള്ളംകളി ഉടനെ? വള്ളംകളിയല്ല, പിള്ളകളി. ഇന്ന് പിറക്കണം. പൊടിച്ചിങ്ങാടി. നീ കുറെ നേരം ഇവിടെ വന്ന് പറക്കണോന്ന് പറയുന്നില്ലേ? എന്തോന്ന് പറക്കണോന്ന്? എന്റെ ഭാഷ പറക്കണമെന്നല്ല, ഈ പൊടിച്ച് 18 വർഷം കൊണ്ട് ഇവിടെ അരങ്ങേറ്റം നടത്താൻ വരികയല്ലേ നമ്മളെ ക്ലബിൽ. ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് അരങ്ങേറ്റം ഇതുവരെയും നടന്നില്ല. അതുകൊണ്ട് റോഡിലും അവിടെ എവിടെയൊക്കെ വെച്ച് കാണുമ്പോഴേ എന്റെ മുഖത്ത് നോക്കി പിറക്കണം 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 എന്ന് പറയും. നിന്റെ മുഖത്ത് പറക്കണം എന്ന് പറയുന്നത് എന്തിന്? ഞാൻ തന്തയ്ക്ക് പറക്കണോ? പറക്കണം. അതിന് മാഷ് എന്റെ അടുത്ത് പറഞ്ഞത് 18 വർഷമായിട്ട് എന്നെ വിളിച്ചിട്ട് എന്നെയും പ്രസംഗിക്കാൻ നീ സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് നീ പറക്കണം. അപ്പൊ അവനെ അങ്ങറ്റെത്തിക്കണം. അയ്യോ, അവൻ ഭൂമിയിൽ പറക്കേണ്ടവനെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ, എനിക്കിവിടെ ഡാൻസ് കളിക്കാൻ ഒരു അവസരം കിട്ടോ ഇന്ന്? എന്റെ പൊന്നു പൊടിച്ചി, സീരിയൽ നടൻ വന്നു കഴിഞ്ഞാ പിന്നെ നിന്റെ പെർഫോമൻസ് അല്ലേ? അതുവരെ നീ പോയി റിഹേഴ്സൽ ചെയ്തോട്ടാ. അയ്യോ മാഷേ, എന്റെ അവസാനത്തെ ആഗ്രഹമാണ് ഇത്തവണയെങ്കിലും എനിക്കിവിടെ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലബിൽ ഞാൻ തൂങ്ങും. ആ പെണ്ണ് ഭയങ്കര മനസ്സ് വിഷമിച്ചാ പോയിരിക്കും. അതിന് ഞാൻ പോയി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. മാഷ് ആശ്വസിപ്പിക്കാൻ പോണേക്കെ കൊള്ളാം. ആശ്വസിപ്പിച്ചതിന് ശേഷം ആശുപത്രി ചെലവാവണ പൈസ ക്ലബ് തരൂല. അമ്മയാണോ തരൂലേ? തരൂല. എങ്കിൽ അവൾ അങ്ങനെ ആശ്വസിക്കണ്ട. മാഷ് ഇവിടെ ഇരി. മാഷേ ഹലോ, എത്തിയാ അലിയ? നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കായിരുന്നു കേട്ടോ. ഇവിടുത്തെ സ്ത്രീകൾക്കൊക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാ. വാ വാ, ഞാനും ഒരു സീരിയൽ നടനെ ഇതുവരെ ഇവിടെ തള്ളിക്കൊണ്ട് പോണ്. താഴെ കുഴിയാണ്, വീണ് ചത്തു. സീരിയൽ നട അതുവഴിയാണ് പറഞ്ഞത്. മൊത്തം ചെളിയും വെള്ളവും കുറ്റിച്ചയും ഈച്ചയും. ഇതെന്ത് സ്ഥലം ഇത്? ട്രാവലിംഗ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലൻ ട്രാവലിംഗ് തന്നെയായിരുന്നു. 2 വള്ളം കൂട്ടി വെച്ചിട്ട് അതിന്റെ നടുക്ക് എന്നെ പിടിച്ചങ്ങ് നിർത്തി. എന്നിട്ട് കായലിന്റെ നടുക്കെത്തിയപ്പം 2 വള്ളം എന്റെ സീരിയലിന്റെ 2 ഭാഗം പോലെ 2 വഴി. എന്റെ പൊന്നോ, കക്ക വരാൻ പഠിച്ചോണ്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടു. അല്ല, കക്ക സീരിയലിൽ അഭിനയിച്ച് അന്ന് നീന്തൽ പഠിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ഞാനാണ് മുക്കാല രാജൻ. ഞാനാണ് ഇവിടെ സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ പ്രൊഫസർ. നിന്റെ വായി കിടക്കുന്ന സ്പോഞ്ച് ആദ്യത്തെ സ്പോൺസറെ പരിചയപ്പെടുത്താം. എന്തെങ്കിലും തടസ്സമുണ്ടായതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. മാഷേ, ഇതാണ് സീരിയലിന്റെ ആള്. എന്തിനാ മാഷ അടിച്ചത്? ആ വലത് വശത്താണെന്ന് മതില്ല. ഒറ്റ സീരിയൽ കത്തിയിട്ടില്ല. ഇവനെ കൊണ്ട് നീ എന്തിന്റെ സീരിയൽ എണീച്ചത്? ആ സീരിയൽ കത്തിച്ചിട്ട് വിട്ടാ. മാഷ് എന്തോ നീ പറയണത്? അല്ല, കിരൺരാജ് വേദനിച്ചായിരുന്നു?
ഫ്രഞ്ച് കിസ് ആണല്ലോ പുള്ളി തന്നത്. കണ്ണമ്പുളൊക്കെ അടിച്ചിട്ട് വേദനിച്ചു വന്നു. ആർക്കായാലും വേദനിക്കില്ലേ? അല്ല, എന്നെ പഠിപ്പിച്ച മാഷാണേ. മാഷ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പരിചയപ്പെടുത്തി തരാം. മാഷേ, ഇതാണ് സീരിയൽ താരം കിരൺ രാജ്. കിരൺ രാജ് ഇവരെന്തോ നട വരാല. കിരൺ രാജ്, കമോൺ 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 കമോൺ, ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. അല്ല, എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റില്ല. അയ്യോ, അപ്പൊ നിങ്ങൾക്കൊക്കെ ഉണ്ടാവോ ഈ അസുഖം? മൂലക്കുരു. താറാമുട്ട ഉപ്പിലിട്ട് കഴിച്ചാൽ മതി. അതല്ല, എനിക്ക് ഇരിക്കാനുള്ള സമയമില്ല. ലൊക്കേഷനിൽ എത്തണം. ഹലോ, കുടിക്കാൻ എന്തെങ്കിലും? അത് മേടിച്ചോണ്ട് വരാത്തോണ്ട് തല്ലല്ലേ. അതെല്ലാം കുടിക്കാൻ എനിക്ക് എന്തെങ്കിലും ആണോ ഉദ്ദേശിച്ചത്? അതെ അതെ, ഇളനീരിട്ടാ കുടിക്കൂ. ഫ്രഷ് ആണെങ്കിൽ കുടിക്കാം. തെങ്ങി കയറി ഇളനീരിട്ട് കുടി. വേണ്ട, പച്ചവെള്ളം ഫ്രഷ് കുടിച്ചോളാം. അതെ, ഈ സീരിയലിലൊക്കെ എങ്ങനെയാ? സീരിയലിലൊക്കെ എങ്ങനെയാ? അങ്ങനെ അങ്ങ് പോകുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു സീരിയൽ. നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ കാണുന്ന കുടുംബത്തിലാ മൊത്തം കുഴപ്പം. അത് പിന്നെ ഞാനും തലയിട്ടാട്ടോ അല്ല, ചെറുതായിട്ടൊക്കെ അഭിനയിക്കും. ആ ചെറുതായിട്ട് തന്നെ ഇരിക്കട്ടെ, വലുതാക്കണ്ട. ചിലപ്പോ കൈപ്പിടിയിൽ ഒതുങ്ങൂല. ആരുടെ ഈ മടക്ക് കസേരയൊക്കെ ഇവിടെ പിടിച്ചിരുത്തിയത്? കിരൺ രാജ്, എന്തോന്നാണ് ഈ പറഞ്ഞത്? ഇടാ, അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച വലിയൊരു മാഷല്ലേ. അത് മാത്രമല്ല, രാഷ്ട്രപതിയുടെ പതക്കം മേടിച്ച മാഷല്ലേ ഇത്. അഷ്ടമുടിയിൽ ആരോടാ പടക്കം മേടിക്കാൻ പോയത്? അയ്യോ, അഷ്ടമുടിയിൽ പടക്കം മേടിക്കാൻ പോയല്ല. മാഷ് പണ്ട് രാഷ്ട്രപതിയുടെ പതക്കം മേടിച്ചില്ലേ, അത് ഞാൻ അങ്ങോട്ട് പറയുമായിരുന്നു. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. മിസ്റ്റർ കിരൺ രാജ്, ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാദ്യാരായിട്ട് ഇരുന്നിട്ടുണ്ട്. ചുമ്മാതല്ല, അങ്ങോളം ഇങ്ങോളം ഇരുന്നോണ്ടായിരിക്കും പതക്കം മൊത്തം തേഞ്ഞു തീർന്ന. ഒരു ഉണ്ണിയപ്പത്തിന്റെ അത്രേ ഉള്ളൂ ഇപ്പം. മിസ്റ്റർ കിരൺ രാജ്, നമ്മൾ സംസാരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഒരു ബൈറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ബ്ലാക്കിന്റെ ആളാ. പിന്നെ വൈറ്റം അത്യാവശ്യം കഴിക്കും. ഹാങ് ഓവർ കൂടുതല. അയ്യോ, അതല്ല പറഞ്ഞത്. ഇതൊരു വൈറ്റം അല്ല, ഈ ബൈറ്റ് ആശംസ. അത് ഞാൻ പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. ബോംബെ മുട്ടായി അവിടെ പിടിച്ച് ഇരുത്ത്. മാഷേ, അപ്പൊ എങ്ങനെ ബൈറ്റ് എടുത്താലോ? എന്താ ഞാൻ പറയണ്ടേ? എഡ്വേർഡ് വിൽഫ്രഡിന്റെ സ്മരണാർത്ഥം പുഷ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷത്തിന് എന്റെ ഹൃദ്യമായ ഓണാശംസകൾ. ഒരു നിമിഷം. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇത്തരം വാക്കുകളുള്ള സ്ഥലത്ത് എന്നെ വിളിക്കണം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തി? എന്തിനാ എന്നെ വിളിച്ചു വരുത്തി? ഞാൻ പറഞ്ഞില്ല. ഇത് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പറയില്ല. ഇന്ന് മേലെ ഇവിടെ കണ്ടുപോരുത്. പൊക്കോ. നീ പോണ വഴിക്ക് പുല്ല് പോലും കുരുക്കല്ലേ ഭഗവാൻ. എഡ്വേർഡ് വിൽഫ്രഡിന്റെ പാവന സ്മരണാർത്ഥം പുഷ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നല്ല ഗ്ലാമറാ കേട്ടോ. ഞാനോ? സിനിമ സീരിയൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല, ട്രൈ ചെയ്ത് കിട്ടിയില്ല ഇതുവരെ. അല്ല, അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിനയിപ്പിക്കാം. എങ്ങനെ? സീരിയൽ അഭിനയിപ്പിക്കാം. എങ്ങനെ? ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ സാധനം നിങ്ങളൊന്ന് ഡബ് ചെയ്യും, ഞാൻ അഭിനയിച്ച് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡബ് ചെയ്യും, അഭിനയിച്ച് കാണിക്കാം. അങ്ങനെ ഒരു കുത്തുകൂട്. എഡ്വേർഡ് വിൽഫ്രഡിന്റെ സ്മരണാർത്ഥം പുഷ്പ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അണിയിച്ചൊരുക്കുന്ന ഓണാഘോഷത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. കുത്ത് കുത്ത് കുത്ത്. ഇല്ല, കറക്റ്റ് ക്ലിയർ ആണ്. അതല്ലെന്ന് ഇതിന്റെ നടുക്ക് കുത്തായി. ഓക്കെ അല്ലേ? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുമോ അവൻ? കണ്ണാടി ഒന്ന് എടുത്താണ്ട് അവന്റെ ഈ കണ്ണും മൂക്കും ഒക്കെ എവിടെയോ എന്തോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് ഇങ്ങനെ വന്നെങ്കിൽ ഇതും അങ്ങനെ വരും. അങ്ങനല്ല, നിന്റെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത്. ഒരിക്കലും കാണാൻ വഴിയില്ല. സീരിയൽ ഇല്ലാത്തപ്പോ ഞാൻ വീടിന്റെ പുറത്തിറങ്ങാറില്ല. അങ്ങനെയാണ്. നിന്റെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം മണ്ഡല. എവിടെ? മണ്ഡല. എവിടെ? മണ്ണന്തല. നേരെ മണ്ണന്തലേന്ന്. മണ്ണന്തലയില്? മണ്ണന്തലയില് റൈറ്റ് ഇടതുവശത്ത്. ഈ മാഷാണ് അതാ ക്ലാഷ് ആണ്? പറഞ്ഞപ്പോ ഇടതുവശത്തും. ഈ ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിന്റെ ലെഫ്റ്റ് പോണം. വലത്തോട്ട് പോയിട്ട് എന്റെ പൊന്നെ, ആ വലിയ അപ്പാർട്ട്മെന്റ്. അവിടെ അപ്പാർട്ട്മെന്റ് ഇല്ലല്ലോ. അവിടെ കുമ്മാമ്പൂശി ഒരു ഓല കെട്ടിയ വീടല്ലേ അത്? എന്റെ കുടുംബം. അവിടെ ആരുണ്ട്? പപ്പ. പപ്സ? എന്റെ പപ്പ. അങ്ങനെ വരട്ടെ. നീ തവളത്തക്കപ്പന്റെ മോനാടേ. ഇല്ല, പേയ്മെന്റ് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. എത്രയും പെട്ടെന്ന് അവിടെ പോകണം. ഒന്ന് അടങ്ങ് മാഷേ. അപ്പൊ പുള്ളിക്കാരന്റെ അച്ഛനെ അറിയാമോ മാഷെ? എനിക്കറിയാമെന്നാ. എന്റെ അച്ഛനും തവളത്തക്കപ്പനുണ്ടല്ലേ, ചെറിയ ചാറ്റ മഴ പെയ്താൽ മതി, അപ്പൊ തന്നെ പെട്രോൾ മാക്സ് കൊടുത്ത് തലേ വെച്ച് ചെറിയൊരു തോർത്ത് കെട്ടി വയലിലോട്ട് ഇറങ്ങും. എന്നിട്ട് ഇതുപോലെ കുത്തിയിരുന്ന് തവളയെ പിടിക്കും. നിന്റെ അച്ഛൻ തവളത്തക്കപ്പൻ എന്തോ ഇതടേ? എന്റെ പൊന്നെ, തവളയും ചത്ത് തങ്കപ്പനും ചത്ത്, എന്നാലും പേര് ദോഷം മാറൂല. എന്തിനീ പെട്രോൾ മാക്സ് കൊണ്ട് തവളെ പിടിക്കാൻ കയറി?
പോയി എന്നെ പറയിപ്പിക്കാൻ വേണ്ടി. അല്ല എനിക്കതാണ് ഞാനിങ്ങനെ പഠിച്ച സ്റ്റെപ്പ് മൊത്തം പഠിച്ചു കളിച്ചോട്ടെ. എന്റെ പൊന്ന് പൊടിച്ചി, സീരിയൽ നടൻ വന്നല്ല, ഇനി ഉദ്ഘാടനം കഴിഞ്ഞാൽ പൊടിച്ചിയുടെ പെർഫോമൻസ്. സീരിയൽ നടൻ വന്നല്ല. എന്ത് പറഞ്ഞാലും വാ തുറന്ന് ഒന്ന് ഞങ്ങൾ കളകളാ പാടും. ഇല്ല ഡാൻസ് നിന്റെ കണ്ണു കുരുവാ അതുകൊണ്ടാ ഊഞ്ഞാലിന്റെ അടുത്ത് നിൽക്കുന്നു. സീരിയൽ നടൻ TV കാണുന്ന പോലെ അത് തന്നെ. ഇതെപ്പ വന്ന് ഇത് ജനിച്ചപ്പോഴാ വന്നതാണ്. ഇനിയിപ്പോ ഇത് പിന്നെ പെട്ടെന്ന് വരുത്താൻ പറ്റുമോ? ഭയങ്കര തമാശക്കാരനാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞു. ഞാൻ എല്ലാ സീരിയലും കാണും കേട്ടോ. ആണല്ലേ? സ്നേഹതീരം, പഞ്ചാഗ്നി, എല്ലാ സീരിയലും ഞാൻ കുത്തിയിരുന്ന് കാണും. ആണല്ലേ? അതെന്താ വീട്ടിലെ കസേരയുടെ കാലൊടിഞ്ഞ് കിടക്കുക? അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളേ. ഭയങ്കര തമാശ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് പറഞ്ഞ് സീരിയലിൽ ഒരു അവസരം വാങ്ങി തരോ? ധൈര്യമായിട്ട് ചോദിക്കുക, ആര് ചോദിച്ചാലും കൊടുക്കും. അതെ, എനിക്ക് അഭിനയിക്കാൻ ചെറിയൊരു മോഹമൊക്കെ ഉണ്ട്. അല്ല മോഹമൊക്കെ ആയിക്കോട്ടെ, എന്നെന്താ നമുക്ക് എന്താ തെറ്റ്? എല്ലാരും അഭിനയിക്കുന്ന പോലെ അല്ല. എന്റെ വിരലുകൾ വരെ അഭിനയിക്കും. ഞാന് വിരലിനെ വെച്ച് സീരിയൽ എടുക്കുമ്പോ ഞാൻ അറിയിക്കാം. അപ്പൊ ഈ വന്നാ മതി. വിരലി വരെ ഭയങ്കര ജാട പുള്ളിക്ക്. ഒന്ന് പറ മാഷെ, എത്ര പെട്ടെന്ന് എന്റെ പേയ്മെന്റ് സെറ്റ് ചെയ്യ്. ഒന്ന് പറ മാഷെ. നമ്മുടെ നാട്ടിലെ കൊച്ചല്ലേ സീരിയലിൽ വന്ന് രക്ഷപ്പെടുത്തപ്പെട്ട് കിരൺരാജ് വരൂ, ഒരു കാര്യം വിട്ട് അങ്ങോട്ട് നടക്കാൻ വയ്യ. പറയൂ എന്താ? പിന്നെ 42 വർഷമായി പൊടിച്ച് ഒന്ന് ചിക്കിയിട്ട് വീശി വളയിട്ട് കൊടുക്കണം. എന്തിന്? 42 വർഷമായിട്ടും പൊടിച്ചില്ലെന്ന് പറഞ്ഞു. അതല്ല, പൊടിച്ചിക്ക് 42 വയസ്സായി, അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. നിങ്ങൾ വിചാരിച്ചാലേ സീരിയലിന്റെ സൈഡിൽ കൂടെ ഒന്ന് കയറ്റി വിടാൻ പറ്റൂലേ? ഞെരുങ്ങൂലേ? എല്ലാരും കൂടെ നിൽക്കണേന്റെ ഇടയിൽ കൂടെ സീരിയലിന്റെ സൈഡിൽ കൂടെ കയറ്റി വിടാം. അതല്ല, എങ്ങനെയെങ്കിലും ഒന്ന് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരെ ഇവിടെ തെളിയിക്കട്ടെ അവരുടെ കഴിവ്. അതല്ലേ വേണ്ടത്? പെർഫോം ചെയ്ത് കാണിക്കട്ടെ. അപ്പൊ എനിക്ക് അത് ശരിയാണ്. എടി, ഇന്ന് രാത്രി 9 മണിക്കല്ലേ നിന്റെ അരങ്ങേറ്റം. നീ അപ്പൊ ഒരു കാര്യം ചെയ്യ്, അതിലുള്ള 2 ഡാൻസിന്റെ സ്റ്റെപ്പ് ഇപ്പൊ ഒന്ന് കാണിച്ചു കൂടെ. മാഷിന് എന്ത് ന്യായം മാഷെ പറയുന്നത്? 18 വർഷമായിട്ട് ഞാൻ അരങ്ങേറ്റത്തിന് ഇവിടെ വരുന്നു, അരങ്ങേറ്റം നടക്കുന്നില്ല. ഒരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ചെയ്യേണ്ട ഡാൻസ് ഇപ്പം വന്നൊരു സീരിയൽ നടന്റെ മുമ്പിൽ കളിക്കേണ്ട കാര്യം എന്താണ്? അത് പെട്ട് നാട്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നടനം എന്താണെന്ന് അറിയാമോ? ഡാൻസ് എന്താണെന്ന് അറിയാമോ? അറിഞ്ഞൂടാ, പറഞ്ഞാ ദക്ഷിണ വെക്കണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതുപോലെ സീരിയൽ നടൻ വന്ന് പറയുമ്പോൾ ഡാൻസ് ചെയ്യാനുള്ളതല്ല, ജനസമൂഹം വരുമ്പോ അവരുടെ മുമ്പിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം. എടാ, നമ്മളെ വിളിച്ചോണ്ടത് സെലിബ്രിറ്റിയെ കാശ് കൊടുത്ത് വിളിച്ചോണ്ടപ്പോ അവർക്ക് അവരുടെ മുമ്പിൽ 2 സ്റ്റെപ്പ് ചെയ്യാൻ വയ്യെന്ന്. പൊടിച്ചത് ആരെന്നറിയാ? ഞങ്ങള് പൈസ കൊടുത്ത് വിളിച്ച സീരിയൽ നടനാണ്. നിനക്ക് അവരെ മുമ്പ് കളിച്ചാൽ എന്താണ് കുഴപ്പം? എന്താണ്? ആരെന്ന് പറഞ്ഞാലും ജനസമൂഹം വന്നാൽ മാത്രമേ ഞാൻ ഡാൻസ് ചെയ്യത്തുള്ളൂ. ഞങ്ങള് കിരൺരാജിന് വാക്ക് കൊടുത്തു പോയി, നീ ഇവിടെ ഡാൻസ് ചെയ്യും. എടാ സുഖു, നീ സീരിയലടാ, ചെയ്യടി ഡാൻസ്, സീരിയലടാ. അടിച്ചാ കൊള്ളൂലല്ലോ. വെണ്ണയോടെ നിലവിന്റെ ശീതളമായ പൂരിതം തുളുമ്പിൻ സോമലധിക പിഴിഞ്ഞലകരി ആടി കട്ടായോ? ജയിച്ചു അല്ലേ? അങ്ങനെ പാടുള്ളൂ. പക്ഷെ എനിക്കുണ്ട് ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എനിക്ക് അതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. എന്നെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റൂല. 1000 മുള്ളുകൾ കുത്തിയിറക്കുന്ന വേദനയും നിങ്ങളെപ്പോൾ ഒരു ആവാസത്തിന് മുമ്പ് ഡാൻസ് കളിച്ചപ്പോ കളങ്കപ്പെട്ടു പോയത് എന്റെ കഴിവാണ്. അതുകൊണ്ട് എന്റെ കഴിവ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്റെ പൊന്നു പൊടിച്ച് ചെലങ്ക ഊരി കളയല്ല നീ. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് നല്ല ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനെക്കാട്ടി നല്ല അവസരം കിട്ടും. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇവന്മാരെ പോലെ ആവാസന്മാരെ മുമ്പ് ഡാൻസ് കളിച്ചപ്പോൾ എന്റെ എല്ലാം കളങ്കപ്പെട്ടു പോയി. അതുകൊണ്ട് എന്റെ കഴിവ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. എന്താടി ഇത്? ചെങ്കല. എന്താ സംഭവം? എന്താ ചെങ്കിണ കിടുകിണ ഒന്നും അല്ലാതെ ചിലക്ക് ഒരു തിരിച്ചറിയാത്ത നീ ആണാടി 18 വർഷമായിട്ട് അരങ്ങേറ്റം ഉണ്ടാക്കുന്നത്. പോയി റെഡി അവിടെ. അല്ല പിന്നെ
എന്ത് ചെയ്യുമെന്ന് പറ. പേയ്മെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് പോകും. എന്റെ പൊന്ന് കിരൺ രാജ്, നിങ്ങളൊന്ന് അടങ്ങ്. മാവേലി വന്നു കഴിഞ്ഞാൽ നാട മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ ഉദ്ഘാടനം. ഓ അങ്ങനെയാണെങ്കിലേ ആ കുപ്പിയുടെ സൈഡിലില്ലേ ന്യൂസ് പേപ്പർ വെച്ച് മറച്ച് കെട്ടണം. അതുപോലെ തന്നെ ഒരു തിരിക്കും കൂടെ തിരിക്കണേ. എന്തോന്ന്? അല്ല മാവേലി വന്നു കഴിഞ്ഞാൽ നാടനുണ്ടെന്ന് പറഞ്ഞു. ഈ നാടനല്ല, നാട മുറിച്ച് കഴിഞ്ഞാൽ ഉടനെ ഉദ്ഘാടനം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? 2 മിനിറ്റ് സമയമുണ്ടാ? ആ സമയത്തെ ഞാനൊരു ഓണപ്പാട്ട് പാടിയാല? ഉണക്കപ്പാട്ടൊന്നും വേണ്ട, നല്ല പാട്ടുമല്ലോ. ഉണക്കപ്പാട്ടല്ല, ഞാൻ എഴുതിയ എന്റെ ഓണപ്പാട്ട്. മാഷ് ധൈര്യമായിട്ട് പാടിക്കും. പ്രിയമുള്ളവരെ, ഓണം എന്ന് പറഞ്ഞാൽ പോയിട്ടിട്ട് ഒരു ദീർഘമായിട്ടൊരു മുട്ടയല്ലേ. അതായത് നമ്മുടെ മാവേലി എന്ന് പറയുമ്പോൾ മായിട്ടിട്ടൊരു ദീർഘവും വേവിട്ടിട്ട് നീയും മാവച്ചന്റെ വായി നിന്ന് വല്ലത് കേക്ക് കേട്ടല്ല. എന്റെ ഓണപ്പാട്ടിന്റെ പേര് വാമനൻ ചമ്മി. എല്ലാരും ചമ്മി പൊടിച്ച് കൂടെ മാഷിന്റെ കൂടെ താഴത്ത് കയറിക്കോണം കേട്ടാ. പറട്ടാ. മാവേലി തെറ്റിക്കാട്ടില്ലു ഞാലാടി, വാമനൻ പിന്നിൽ നിന്ന് ചവിട്ടി താറ്റി, ആണ്ടു തോറും നമ്മെ കാണാൻ മാവേലി വന്നിടുന്നു. ഓണം വന്നേ, മാവേലി വന്നേ, മാവേലി വന്നേ, വാമനൻ ചമ്മി, വാമനൻ ചമ്മി, വാമനൻ ചമ്മി. ചുട്ട ചുട്ടട ചുടാത്ത ചുട്ടട ചുട്ട ചുട്ട ചുടാത്ത ചുടാത്ത. ഉത്തരടത്തിനുള്ളത് മൊത്തം ചുട്ടു തീർന്ന ചമ്മന്തി കൂടി ആയിരിക്കണം. അവിടെ പോയിരുന്നു ചമ്മന്തി ആരാ? മാഷേ, മാവേലി വന്നു. മാഷേ, മാവേലി വന്ന്. മാവേലി വന്നടാ. എന്താണ് ഇത്? മഹാബലി ചെയ്യാവുന്ന ഏറ്റവും വന്നില്ലളിയ, അതുകൊണ്ട് ഞാൻ വേഷം കെട്ടിച്ച് അറിയാ. എങ്ങനെയുണ്ട് മാവേലി വേഷം? എടാ മാവേലിക്ക് മാവേലി ഓക്കെ. എടാ പുലികളിക്കുള്ള പുലി അവറാ. പുലി ഏറ്റതാരാ? ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ പുലി വന്നിരിക്കും. എടാ എന്നിട്ട് പുലി അവറാ. പുലിയെ കാണണോ? പുലി. ഇത് മാവേലി അല്ല, പുലിയും അല്ല, ഇത് പൂവേലി. മാഷേ, നമ്മുടെ മാവേലി വേറും പുലി അല്ലല്ല, പുപ്പുലിയല്ലേ? എങ്കിൽ പിന്നെ കാത്തിരിക്കുന്ന നമ്മുടെ ക്ലബിന്റെ ഓണാഘോഷം തുടങ്ങാം. അപ്പൊ ആരംഭിക്കട്ട. ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സാഹോദര്യത്തിന്റെ ഓണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം. പുച്ഛം ആസിഡ് ആൻഡ് സ്പോഞ്ച് ക്ലബിന്റെ ഓണാഘോഷം ഗംഭീരമായിരുന്നു കേട്ടോ. ജാഫ്രിക്ക? അല്ല, ഗംഭീരം ഓണം, അസാധ്യമായിരുന്നു. പിന്നെ നിൽക്കുന്ന പുലികളല്ലേ, അതെ, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഗംഭീരം. താങ്ക് യു ജാഫ്രിക്ക. നസീർക്ക? അല്ല, നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഏത് ആഘോഷം വന്നാലും അവർ ആ ആഘോഷത്തിനെ സംബന്ധിക്കുന്ന ഒരു സ്കിറ്റ് ഉണ്ടാക്കും. അതെ, അതുമായിട്ട് ഭയങ്കര സിങ്കുമായിരിക്കും. എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് നമ്മുടെ ഈ വേദിയിൽ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് സ്കിറ്റുകൾ ഇവിടെ അരങ്ങരുത്. 3-4 സ്കിറ്റുകൾ ചെയ്തില്ലേ, എല്ലാം ഓണത്തിൻ്റെ കാര്യം. നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ ഓണം ആയരുത്. ഇത് കഴിഞ്ഞാലും അത് ഓർത്തിരിക്കണം. അങ്ങനെയുള്ള സ്കിറ്റുകളാണെന്ന് എല്ലാവരും പ്ലാൻ ചെയ്തു. ഗംഭീരമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു പൊന്നോണമായി മാറി. അതാണ് ഈ സ്കിറ്റ് ഉണ്ടായത്. അടിപൊളി. അല്ല, എല്ലാവരും രസമുണ്ട്. കാര്യം പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ആർട്ടിസ്റ്റുകളുടെ ജനനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിലാണ് അല്ലേ. പ്രത്യേകിച്ച് അന്നത്തെ മാഷായിരിക്കും അവിടെ വന്ന് ഇത് പറയുന്നതും ഇത് അവതരിപ്പിച്ച് പിന്നെ വിശിഷ്ട അതിഥി വരാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് ഡാൻസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പം എല്ലാവരുടെയും പ്രശ്നങ്ങൾ അതിനകത്ത് വന്നെന്നുള്ളതാണ്. നമ്മളിത് കണ്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തപ്പം ഓരോ ഇൻസിഡൻസും നമുക്ക് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. 2 കമ്മിറ്റിക്കാരുണ്ട്, ശരിയാണ്, ഒരു സൗണ്ട് ഓപ്പറേറ്റർ ഉണ്ട്. ഈ പുള്ളി അതനുസരിച്ച് ഇതിടുന്നു. അതിനുശേഷം വന്നിട്ട് മറ്റേ നർത്തകിയായിട്ട് വന്നിട്ട് ഈ സാധനം പിറക്കണം. ശരിയാണ്, എല്ലാ ഇൻസിഡൻസും ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് വരുന്നു, സീരിയൽ താരമാണ്, അദ്ദേഹത്തിൻ്റെ ജാടകളുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കൗണ്ടറെല്ലാം കോർത്തിണക്കി ഈ ഓണത്തിന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ രസകരമായിട്ടുള്ള സംഭവങ്ങൾ തന്നു എന്നുള്ളതാണ്. അതിനൊരു ഉഗ്രം ഗൈഡ് നിങ്ങൾക്ക് തരണം. ഗംഭീരമായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ഓണം. താങ്ക് യു പ്രജേട്ട. അപ്പോൾ ഹാപ്പി ഓണം. ഹാപ്പി ഓണം പ്ലീസ്. കോമഡി ഇത് ഐറ്റം വേറെ.
ഓമനേച്ചിയെ എന്താ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയടാ. ഞാൻ നല്ല മര്യാദക്ക് പറഞ്ഞതാണോ ഈ ഓണാഘോഷ പരിപാടി വല്ല കാറ്ററിംഗ് വർക്കുകാരെ ഏൽപ്പിക്കണമെന്ന്? ഈ ക്ലബിൽ കലമണി മത്സരത്തിൽ 2 കലം സ്വന്തമായിട്ട് മേടിക്കാൻ പൈസ ഇല്ലാത്തവനാ. ഇനി ഇതെല്ലാം കൂടെ കാറ്ററിംഗ് ഏൽപ്പിക്കാൻ പറഞ്ഞു പോടായിരുന്നേറ്റ്. അതല്ലെന്ന്, ഇത് കണ്ടോ, ചവിട്ടി താത്തിട്ട് കരയാത്ത മഹാബലിയ ഉള്ളി അരിഞ്ഞോട്ടിരുന്ന് കരയണത്. ഞാൻ വല്ലാം വിളിച്ചു പറഞ്ഞു കേട്ടോ, ഉള്ള കാര്യം പറയാം. എനിക്ക് ഈ പരിപാടിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ വന്നത് വേണ്ടേ ഈ സ്റ്റെല്ലക്കൊച്ചുള്ളതുകൊണ്ട് മാത്രമാ. എടി പെണ്ണെ, അവന്റെ കൈവാക്കി അങ്ങോട്ട് മാറിയില്ല. മുരിങ്ങക്കോലാണെന്ന് പറഞ്ഞിട്ട് സാമ്പാർ ഇഷ്ടത്തി എടുത്തിന്നെ മാറിയില്ല പോയിരുന്നേറ്റ്. ഈ സാമ്പാറിൽ എന്തുമാത്രം വെള്ളം ഒഴിക്കണം അന്ന് എനിക്ക് അറിയാൻ പാടില്ലേ? ഇല്ല, പറഞ്ഞുതരാം. എടി ഈ സാമ്പാർ വേവിക്കുമ്പോ ഉണ്ടല്ലോ മിനിമം ഇത്രയും വെള്ളമെങ്കിലും വേണം. അത്രയും മുത്തച്ഛൻ വരെ വരണോ? മുത്തച്ഛെങ്കിലും വെള്ളം വേണം. ഒരു കാര്യം ചെയ്യ്, ആ വെള്ളം എടുത്ത് ഇനി ആ പച്ചക്കറി കിട്ടും. നമ്മൾ ഈ ക്ലബിൽ ഇത്രയും ഭാരവാഹികൾ മാത്രം കിടന്ന് ഇവിടെ കഷ്ടപ്പെട്ടാ മതിയോ? പിന്നെ ക്ലബിന്റെ പ്രസിഡന്റ് എന്ത്? അവൻ ചോദിച്ചാൽ കാര്യമില്ല. ക്ലബിന്റെ പ്രസിഡന്റ് എന്ത്? എടാ ശരിക്ക, നമ്മൾ ഈ ക്ലബില് പ്രൊഫഷണൽ ആയിട്ട് നാടകത്തിന് പോകുന്ന ഒരേ ഒരു വ്യക്തി ആ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ഓണാഘോഷം എന്ന് പ്ലാൻ ചെയ്തോ അന്ന് തൊട്ട് പുള്ളിയെ ഈ നാടകത്തിന്റെ ഈ പ്രാന്ത് തലക്ക് കയറി അതേ കോസ്റ്റ്യൂം ഇട്ട് നടക്കുവാടാ ഇവിടെ. ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി പ്രിയമുള്ള കലാശ്രേകളെ, നാളെ നിങ്ങളുടെ ആരാധന അറ്റ്സാറ്റ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞാനും എന്റെ സുഹൃത്തുക്കളും അവതരിപ്പിക്കുന്ന ഈ കൊല്ലത്തെ ഏറ്റവും പുതിയ നാടകം ആ കറിവേപ്പില വാങ്ങിയിട്ടു. നാടകത്തിന്റെ പേര് പറയുന്ന സമയത്താണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ല, ഞാൻ ഇവിടുത്തെ കാര്യം പെട്ടെന്ന് പറയണതൊക്കെ. ഞാനും എന്റെ സുഹൃത്തുക്കളും അവതരിപ്പിക്കുന്ന 6ാമത് നാടകം തേങ്ങ തിരി തീർന്നാടാ. തേങ്ങ തിരി തീർന്നാടാ. എന്തുപടി കുഴപ്പം? അന്ന് ഞാൻ ഇവന്റെ തേങ്ങ തിരി തീർന്നു ചോദിച്ചാ. തേങ്ങ തിരി തീർന്നാ ചോദിച്ചത്? കുറെ നേരോട്ട് എന്നെ കളിയാക്കുന്നു കേട്ടോ. എന്നെ കളിയാക്കണം. ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ഈ നാടകം നാളെ കളിക്കാൻ പോകുന്നത്. അറിയാമോ ഫെഡറിക്ക്? നീ തേങ്ങ സൂപ്പിക്കുകയാണോ അതോ ചിരണ്ടു വന്നു? ഇത്രയധികം തേങ്ങ എന്തിനാണ് മേടിക്കുന്നത്? എന്തിനാന്നല്ലേ ഇങ്ങനെ പറഞ്ഞുതരാം. ആരാ? മാവേലി. എന്തായിട്ട് കിണ്ടുന്നോ? ഞാൻ ഒരു ഒറ്റടി അടിച്ചോണ്ടില്ലേ. എടാ ഞാൻ അച്ഛൻ കൂലി പോയിരുന്നു. കണ്ടാടാ, നമ്മളെ കൂട്ടത്തിൽ ഇത്രയും പേരുണ്ട്. ആർക്കെങ്കിലും നല്ലൊരു ഓണാറ്റിന് രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയാ? ഇല്ല. എടി കൊച്ചു അച്ഛൻ കോവിലിൽ പോയെന്നല്ല പറഞ്ഞ. എന്റെ അച്ഛൻ കോവിലിൽ പോയിരുന്നു. എന്റെ ചെരുപ്പ് ഇട്ടോണ്ടാ പോയത്. പുള്ളി വെള്ളത്തെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് അളക്കത്. നിനക്ക് വല്ല കാര്യമുണ്ടോ ഈ തലക്ക് സ്ഥിരതയില്ലാത്ത മനുഷ്യനോട് സംസാരിക്കാൻ? അനാവശ്യം പറയരുത്. അനാവശ്യം പറയരുത്. ഒരു പ്രാവശ്യം പ്രാന്താശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ് അങ്ങ് പ്രാന്താവും. അതെ, എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് ഫിഗർ ഷോയ്ക്ക് പങ്കെടുക്കാനുള്ളതാ. എനിക്ക് ഇവിടെ തേങ്ങ ചെരുവാൻ പറ്റിയല്ല. അത് പറഞ്ഞപ്പോ ഓർത്തത്, കഴിഞ്ഞ വർഷം നീ ഫിഗർ ഷോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാരും ആൾക്കാർ കല്ലെറിഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ? കല്ലെറിഞ്ഞ കിടില ഫിഗർ ഷോ ആയിരുന്നല്ലോ. മരക്കാരനെ മോഹൻലാല്. മരക്കാരനല്ല, അന്ന് നീ എറി കൊണ്ട് മരിച്ചേനെ. ഫിഗർ ഷോ അടിപൊളിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. നീയാണ് ഇവനെ പൊക്കി വിടുന്നത്. ആദ്യം നിനക്ക് വേണം കൊള്ളാൻ. മാനസത്തിന് വന്ദനം. തെന്നിന്ത്യൻ സിനിമ എന്ന് പറഞ്ഞ തെന്നിപ്പോയി. തെന്നിന്ത്യൻ സിനിമയിലെ അപൂർവ കലാകാരൻ യാഷ്. ഏത് വിധമാകുമോ എന്ന് എല്ലാവരും ഇരു കൈകളോട് നീട്ടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. തെന്നിന്ത്യൻ സിനിമയിലെ യാഷ് കടന്നു യാഷ്. സ്ത്രീകളുടെ മേൽ കൈവെക്കുന്നവൻ ആണുമാകില്ല, തോക്കിന്റെ മേൽ വിരൽ വെക്കുന്നവൻ ട്രിഗറുമാകില്ല. എന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് എന്നെ സ്നേഹിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. അയ്യാ, യാഷ്. ഞാൻ വിചാരിച്ചു എന്നെ സ്പെരിങ്കായോ ഓടി വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായാലും വേറെ റൈറ്റ് ഉണ്ട്. എല്ലാരും കാണാമോ? എന്നാ കബാലിയിലെ രജനീകാന്ത്. എന്റെ അണ്ണാ, ഞാൻ ചുമ്മാ പറയല്ല. കബാലിയുടെ രജനീകാന്ത് ഇവൻ കിടക്കുന്നത്. നീയാണ് ഇവനെ ഇല്ലാതാക്കുന്നത്. പിന്നെ ഓമനേച്ചി കിസ് ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കുന്നല്ലേ? കിസ്മിസ് എവിടെ കൊണ്ട് വെച്ചേക്കുന്ന ചോദിച്ചാ അവിയിൽ എന്തിനാടാ കിസ്മിസ്? മനസ്സിലാവുന്നില്ല. പോയി ഇളക്കണം. തെന്നിന്ത്യൻ സിനിമയിലെ അമരക്കാരൻ രജനീകാന്ത്. നിങ്ങൾ ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മിഥുനല്ലേ? തമിഴ് സിനിമയിലെ മുണ്ട് മുറുക്കി കൊട്ടിട്ടാണ്. നാളെയാണ് അന്തമാരി കബാലി നിരച്ചാണ്. കബാലിയുടെ ഇരു കൈകളും നീട്ടി എല്ലാവരും നിറച്ച്. ഇനി നീ ഫിഗറുമായിട്ട് വന്നാൽ നിന്റെ കവാലം അടിച്ച് ഞാൻ പൊളിക്കും. മനസ്സിലായി? ഒരു രജനീകാന്ത് ഇന്ന് തേങ്ങ ഇറങ്ങുന്ന നോക്ക്.
അങ്ങനെ എന്നെ മാത്രം കളിയാക്കൊന്നും വേണ്ട. ഈ അണ്ണനും അത്ര മോശമൊന്നുമല്ല. കഴിഞ്ഞ നമ്മുടെ നാടകം തെറ്റിച്ചാരാ? ആര്? അണ്ണൻ. ഞാനോ? അണ്ണൻ തന്നെ. ഞാൻ ഒരു ഡയലോഗും പോലും തെറ്റിച്ച എന്റെ കൂടെ കളിച്ചവന്മാരാണ് തെറ്റിച്ചത്. 2 ഡയലോഗ് അണ്ണൻ തെറ്റിച്ചത്. സംശയം ഉണ്ടെങ്കിൽ അവനോട് ചോദിച്ചു നോക്ക്. പിന്നെ ഒരെണ്ണം തെറ്റിച്ചോളൂ, 2 നമ്മളെ മുമ്പേ അണ്ണാ നാടകം ഒന്ന് കളിച്ച് കാണിക്കുന്ന. നിങ്ങൾ നാളെ തട്ടേ കയറുമ്പോ അത് കണ്ടാ മതി. നിർബന്ധിക്കണ്ട, പുള്ളിക്ക് തിരക്കുള്ള അതുകൊണ്ട് നിർബന്ധിക്കണ്ട. ഫെഡറിക്കേ ഒന്ന് കാണിക്കട്ടെ. നേരത്തെ രജനീകാന്തിന്റെ കലിപ്പ് എന്റെ മനസ്സിലുണ്ട് കേട്ടോ. സ്റ്റെല്ല, ഞാനൊന്ന് കാണിച്ചു തരട്ടെ. എടി എന്റെ നാടകത്തെ ഡയലോഗ് ഒന്ന് കാണിച്ചു തരട്ടെ എന്നാ ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അണ്ണ ഒന്ന് കാണിക്കട്ടെ. അത് ഒരു മനുഷ്യനെ എല്ലാരും കൂടെ എത്രയെന്ന് കളിയാക്കുന്ന അണ്ണൻ കാണിക്കോളാം. എന്നാ നിങ്ങൾ കേട്ടോളൂ. വിറകെടുത്തിട്ടില്ലടാ. അത് ഞാൻ പോയെടുത്ത, നീ പോയെടുത്തോ. എന്റെ അമ്മ, എന്റെ പെറ്റമ്മ, എന്റെ പോറ്റമ്മ, പണ്ട് പാടവരമ്പത്ത് കുഞ്ഞായിരുന്ന എന്നെ വയലോലയാ പാടവരമ്പത്ത് കിടത്തിയിട്ട് അമ്മ വയലുകൾ കൊയ്യാൻ പോയ. അന്ന് ഞാൻ വസന്ന് കറയുമ്പോൾ അമ്മ വയലുകൾ കൊയ്ത് ഒറ്റകൾ ചുവന്ന് വേറത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ വയലുകളെല്ലാം എനിക്ക് സ്വന്തമാണമ്മ. പുഞ്ചപ്പാടത്ത് ചേറ്റിന്റെ മണം മാറുമ്പോൾ അമ്മേ കൈവിട്ടുപോയ പൈക്കിടാവിനെ ചൊല്ലി മുതലാളി എന്റെ കരണത്തെ കടിച്ചപ്പോ അതിന് വാസിയായ മകളുടെ മകളെ ഞാൻ സ്വന്തമാക്കി അമ്മേ. ഇപ്പോ കോടിക്കണക്കിന് വസ്തുക്കളും സ്വത്തുവകകളും എനിക്ക് മാത്രം സ്വന്തമുണ്ട് അമ്മേ. അമ്മേ കേക്കമ്പേ, എന്റെ വിളിയൊന്ന് കേക്കമ്മേ. അമ്മേ ആണ്ടെ, ഇവിടെ അമ്മേനെ ഫോൺ വിളിച്ചാൽ മതിയോ? നാടകം കളിക്കട്ടെ. ഇതാ അയ്യോ, നമ്മള് കേട്ടില്ല. ഞങ്ങളാരും കേട്ടില്ല കേട്ടോ. നമ്മളാരും കേട്ടില്ല. കേട്ടില്ലേ? ഇല്ല. ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. പോകുമ്പോഴാണ് പറയണത്. ഒന്നും തുടങ്ങി. ശ്രദ്ധിക്കണം കേട്ടോ. സാധനം വേറെ ഇറക്കോ. മദ്യപിച്ച് മതോന്മത്തനായി വരുന്ന അച്ഛൻ തൊട്ടിലുകളൊക്കെ കരയുമ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് തൊട്ടിലുമായിട്ട് പുറത്തേക്ക് എറിയുമെന്ന് പേടിച്ച് അമ്മ എന്നെ അടക്കി പിടിച്ച് ആട്ടിപ്പാടി ഉറക്കുമായിരുന്നു. തൊട്ടിലാട്ടി ഉറക്കുമായിരുന്നു. തൊട്ടിലാട്ടി ഉറക്കുമായിരുന്നു. ആട്ടി ഉറക്കുമായിരുന്നു എന്നെ അമ്മ. അമ്മ ആട്ടി ഉറക്കുമായിരുന്നു. ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നാ മതിയോ? ഡയലോഗ് കേൾപ്പിച്ചു തരാൻ പാടില്ലേ? ഡയലോഗ് ആയിരുന്നു. എവിടെ ഡയലോഗ്? നീ കേട്ടില്ലായിരുന്നു? എന്റെ അണ്ണ ഞങ്ങൾ പോകുമ്പോ ഡയലോഗ് പറഞ്ഞ എന്നാ ചെയ്യാൻ പറ്റും? എനിക്കിനി കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറയില്ലേ? അണ്ണന്റെ കൂക്കിളിക്കുരുവിയിലെ കൂടുന്ന് പറഞ്ഞ നാടകയില്ലേ, അതിനകത്ത് റൊമാൻറ്റിക് ഡാൻസ് എന്റെ പൊന്ന്. അയ്യോ, അത് കിടിലൻ ഡാൻസ് കേട്ടോ. പറയാൻ പറ്റത്തില്ല. അയ്യോ അതെനിക്ക് മറക്കാൻ പറ്റില്ല. ഒന്നുകൂടെ കാണിക്കാവോ? ആ ഡാൻസ് ഞങ്ങൾ കാണിക്കണമെന്നുണ്ട്. പക്ഷെ അതിനകത്ത് 2 പെണ്ണുങ്ങൾ വീണ. ഇതാണ് നമ്മള് വരാണ. നിങ്ങൾ വരാവോ? അയ്യോ അണ്ണാ, അടിപൊളിയായിരുന്നു, നന്നായിരുന്നു കേട്ടോ. അവന്റെ ഫിഗർ ഷോയും എന്റെ നാടകവും നിങ്ങൾ എന്നെ കളിപ്പിച്ച് കാണിച്ചു. നിങ്ങളുടെ കൈകൊട്ടി കളിയും കൂടി എനിക്ക് കാണണം. എന്നിട്ട് നാളെ നമുക്ക് ഓണത്തിന് ആ ക്ലബ്ബിൽ അവതരിപ്പിക്കാൻ പറ്റും. നാളെ കണ്ടാ പോരെ? ഇപ്പൊ തന്നെ കാണും. ഈ കൈകൊട്ടി കളിക്ക് ഇപ്പൊ നമ്മൾ 2 പേരേ ഉള്ളൂ. നാളെ നമ്മൾ 10-15 പേരുണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്താൽ നമ്മളിപ്പോ ആ കൈകൊട്ടി കളി കളിക്കാറുണ്ട്. നമുക്ക് കൂടാന് അമ്പെടുത്ത് രാമനയണ നേരമതയും ലങ്കേശനും രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ. കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ. പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടികടക്കാൻ മോഹമുദിച്ചല്ലോ. കാത്തരുളൂ ശ്രീരാമ, പരമരുളൂ ശ്രീരാമ, പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ. കാത്തരുളൂ ശ്രീരാമ, പരമ
എല്ലാം ഓക്കെയാണ്. എല്ലാം വെന്തല്ലോ. അപ്പൊ ഇനി രാവിലെ നമുക്ക് എല്ലാവർക്കും കൂടണം. വൈകുന്നേരം നമ്മളെ പരിപാടി എല്ലാം അടിച്ചു പൊളിക്കണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ക്ലബിന്റെ നല്ല ഒന്നാമത്തെ ഓണാഘോഷ പരിപാടിയായിരുന്നു. നസീർക്ക നന്നായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് നിങ്ങൾ തയ്യാറാക്കിയെടുത്തൊരു സ്കിറ്റാണെന്ന് നമുക്കിത് കാണുമ്പോഴേ അറിയാം. ഗംഭീരമായിരുന്നു. ആ ഉള്ള സമയം കൊണ്ട് ചെറുതായിട്ട് ചെയ്തതാണെങ്കിലും അത് ഗംഭീരമായി ഓണത്തിന് പറ്റിയൊരു നല്ലൊരു സദ്യയായിരുന്നു. അടിപൊളി. ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ വിവിധ ടീമുകളാണല്ലോ. അപ്പോൾ ഓണത്തിന് വിവിധ ടീമിൽ നിന്ന് എല്ലാവരോടും ഒന്നിച്ച് ഒരു മനോഹരമായ സ്കിറ്റ്. കാര്യം നിങ്ങളുടെ സ്കിറ്റുകൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നല്ല കൗണ്ടറുകളും നല്ല ഗംഭീരമായ ഒരു സംഭവമായിരുന്നു. താങ്ക് യു പ്രജോട്ടാ. അപ്പൊ ഇന്നിവർക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, പുറകെ കിറ്റ് കൊടുക്കുമല്ലോ. അപ്പൊ എന്താ നിങ്ങൾക്ക് കൃത്യമായിട്ട് പുറത്ത് സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓണാശംസകൾ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പം ഓണാഘോഷങ്ങൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. അപ്പൊ നമുക്ക് ഇത് ഐറ്റം വേറെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഓണാഘോഷം. ഗുഡ് നൈറ്റ്.